ഇടുക്കി അടിമാലിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഗൃഹനാഥന് ദാരുണാന്ത്യം. കൂമ്പൻപാറ ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. രാത്രി 10 മണിയോടെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. 6 വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനമായിരുന്നു. 10 മണിയോടുകൂടി മണ്ണിടിയുന്നു. പുലർച്ചെ ഒരു 4:50 മാത്രമാണ് ബിജുവിനെ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പോലും പുറത്തെടുക്കാനായത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യ ഒരു പുലർച്ചെ 3:30 ദൗത്യസംഘം രക്ഷപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ നൽകണം. കാരണം കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവിടെ നിന്നുള്ള വേദനിപ്പിക്കുന്ന ഓരോ ദൃശ്യങ്ങളും പല പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുത്തതാണ് ഇത്രത്തോളം വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ജെയിനസ് രാജുവും ബിനിലും ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ആദ്യം ജെയിനിലേക്ക് പോവുകയാണ്. ജെയിൻ, ആദ്യം അറിയേണ്ടത് ഈ സന്ധ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത്? ഒപ്പം തന്നെ ഓരോ മനുഷ്യരും അവിടെ നിന്നും ഇനിയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ അവിടെ നിന്നും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വേദനിപ്പിക്കുന്ന ഓരോ പ്രതികരണവും നമുക്ക് അവിടെ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയും? മറ്റ് അധികൃതരോ ആരെങ്കിലും ഒക്കെ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ടോ? ഇവിടെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വീടുകളിൽ നിന്ന് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയ വളർത്തു മൃഗങ്ങളെ അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വീടുകളും ഏതാണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നു. പക്ഷേ പൂർണ്ണമായും അവർ എല്ലാ സാധന സാമഗ്രികളും എടുത്തല്ല മാറിയത്. കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് ഇവർക്ക് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവർ വളരെ പെട്ടെന്ന് മാറുകയായിരുന്നു. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ ഇപ്പോൾ വീണ്ടും മടങ്ങിയെത്തിയിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും ഒക്കെ മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളൊക്കെ മാറുവാണോ ഇവിടുന്ന്? ഇവിടുത്തെ ആളുകളല്ല, ഞങ്ങൾ ഇവിടെ ICDSന്റെ ജീവനക്കാരാണ്. അപ്പോൾ രാവിലെ ഒന്ന് വന്നതാ ഇവിടെ. ഇവിടുത്തെ അവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ക്യാമ്പിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ക്യാമ്പിൽ ആളുകളില്ല. ക്യാമ്പിൽ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് പോകുന്നു സാധനങ്ങൾ മാറ്റാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് വന്നു നോക്കിയതാണ്. നിങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? താമസിക്കുന്നത് ഞങ്ങൾ ഇവിടെ പരിസരത്ത് കരിങ്കുളം ഭാഗത്തൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. ആശാപ്രവർത്തകരാണ്. അവർ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. വീട്ടിലെ ആളാണോ? ഇവിടെ നമുക്ക് കാണാം ഈ കൊച്ചുകുട്ടി ബാസ്ക്കറ്റിൽ വളർത്തു മൃഗങ്ങളെയൊക്കെ എടുത്ത് പൂച്ച കുട്ടികളാണ്. പോവാണോ ക്യാമ്പിലേക്ക്? ഏതെങ്കിലും വീട് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എങ്ങോട്ടാ പോകുന്നത്? ഏത് വീട്ടിലേക്കാ പോകുന്നത്? അതൊരു പള്ളിന്റെ അടുത്തായിട്ടുള്ള ഒരു വീടെന്ന് പറഞ്ഞ. പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകണോ? ഇന്നലെ പൂച്ചക്കുഞ്ഞുങ്ങൾ വീട്ടിലായിരുന്നു? ആ, വീട്ടിലായിരുന്നു. നമ്മളൊരു പെട്ടിയിലാക്കിയിട്ടാണ് വെച്ചത്. ഇതാണ് കുട്ടികളടക്കം ഓമന മൃഗങ്ങളെയൊക്കെ ആയിട്ട് അവരിവിടെ നിന്ന് മാറുകയാണ്. ഇതിൻ്റെ പിന്നിലാണ് ബിജു താമസിച്ചിരുന്ന വീട്. ആ വീടിൻ്റെ ഭാഗത്തേക്ക് കൂടി നമുക്ക് പോകാം. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരൊക്കെ രാവിലെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവർ ഇവിടെ എത്തിയതിന് ശേഷം ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിലാണെങ്കിലും അപകട ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പരമാവധി വേഗത്തിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് മാറാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ആ കാണുന്ന മലയ്ക്ക് മുകളിൽ നിന്ന്, ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ആ കാണുന്ന മലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അതിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വീണ്ടും മണ്ണ് താഴേക്ക് പതിക്കുകയായിരുന്നു. തൊട്ട് താഴത്തുണ്ടായിരുന്നത് ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീടായിരുന്നു. ആ വീടിന് മുകളിലേക്ക് വലിയ പാറക്കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണൊക്കെ വന്ന് പതിച്ചു. ആ വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോവുകയായിരുന്നു. അതിൻ്റെ അടിയിലാണ് ബിജുവും സന്ധ്യയും പെട്ടത്. രാത്രി വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും
ഇവരെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഈ സന്ധ്യയ്ക്ക് ജീവനുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അവരുടെ കാലുകൾ വലിയൊരു കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഇടയിൽ കുടുങ്ങി. അതോടൊപ്പം തന്നെ ബിജുവിൻ്റെയും കാലിൻ്റെ ഇടയിൽ പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുർഘടമായിരുന്നു. ഈ സ്ലാബ് ആദ്യഘട്ടത്തിൽ, കോൺക്രീറ്റ് ബീമുകൾ ആദ്യഘട്ടത്തിൽ മുറിച്ച് നീക്കാനാണ് ശ്രമിച്ചത്. ആ മുറിച്ച് നീക്കി ഘട്ടത്തിലാണ് ആ കെട്ടിടം, അതിൻ്റെ മേൽക്കൂര വീണ്ടും താഴേക്ക് ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിനെ തുടർന്ന് വളരെ സാവധാനത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത്. ഏതാണ്ട് 3:30 സന്ധ്യയെ ഈ തകർന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. ആദ്യഘട്ടത്തിൽ തന്നെ സന്ധ്യയുടെ ജീവന് ഭീഷണിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർമാരടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു, സന്ധ്യയെ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ സന്ധ്യയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പ്രധാനമായ പ്രശ്നം ഈ കാല് കുടുങ്ങിക്കിടന്നതിനെ തുടർന്ന് അവരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 3:30 സന്ധ്യയെ ഈ രക്ഷാപ്രവർത്തകർ ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതിനുശേഷം അതെ, അത്രത്തോളം പ്രയാസമുണ്ടായിരുന്നു. വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. ബിനിൽ കൂടി നമ്മളോടൊപ്പം ആ പ്രദേശത്ത് നിന്നും തുടരുന്നുണ്ട്. ബിനിൽ, ആ അപകട സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ ദൗത്യ സംഘം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു? എങ്ങനെയാണ് അവരെ പുറത്തെത്തിച്ചത്? തുടങ്ങിയ കാര്യങ്ങൾ ജെയിൻ സംസാരിക്കുകയായിരുന്നു. അപ്പോഴും പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. പ്രശ്നമുണ്ടായിട്ട് പോലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതായി പോവുകയാണ്. ഇനിയും മണ്ണിടിയാനുണ്ട്. ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുമെന്നാണ് അവിടെയുള്ള ഓരോ ആൾക്കാരും നിങ്ങളടുത്ത് ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതാണ്ട് 24ഓളം വീടുകളാണുള്ളത്. ആ വീട്ടുകാരെല്ലാവരും തന്നെ വലിയ ആശങ്കയിലാണ്. നമ്മൾ നേരത്തെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മണ്ണിടിഞ്ഞിരിക്കുന്ന ഒരു വളരെ ചെറിയൊരു ഭാഗമാണ്. ഇനി ഒരുപാട് ദൂരത്തിൽ ഇനിയും മണ്ണിടിഞ്ഞു വരാനുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ജീവിക്കുക ഇനി സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, വീട്ടു സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ച് എങ്ങനെയെങ്കിലും ഉള്ളതും പെറുക്കിയെടുത്ത് ഓടാൻ പോകുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാഴ്ചയാണ് നമുക്കിവിടെ ഈ വീട്ടിലെ കുട്ടി, വീട്ടിലെ പൂച്ച കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് പോകാനായിട്ട് പോവുകയാണ്. എന്താ മോളെ പേരെന്താണ്? ഫൈഹ. എത്ര പൂച്ചക്കുട്ടികളുണ്ട് ഇവിടെ? ഇവിടെ 4 ഉണ്ടായിരുന്നു, ചത്തുപോയി. എങ്ങനെ പറ്റിയതറിയില്ല. ഈ പൂച്ചക്കുട്ടികളുമായിട്ട് പോകാനാണ്? എങ്ങോട്ടേക്കാ പോകുന്നത്? ഒരു പള്ളീൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് പോകും. അവിടെ പോയിട്ട് ഞങ്ങൾ ഈ പൂച്ചക്കുട്ടികളെ വെച്ച് അവിടെ ജീവിക്കും. പൂച്ചക്കുട്ടികളെ അവിടെ വളർത്തും? അവിടെ വളർത്തും. പിന്നെ ഇവിടെ മണ്ണ് ഇടിയാണോ പറഞ്ഞാൽ ഇവിടെ ഇനി നിൽക്കാൻ പറ്റൂലല്ലോ. ഇനി മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് വരൂല. കാരണം ഇവിടെ നിൽക്കൂല. ഇവിടെ ഈ വീട്ടിൽ ഇനി താമസിക്കാൻ പേടിയാണോ? അതാണോ? പേടിയൊന്നുമില്ല, പക്ഷെ ഇവിടെ മണ്ണിടിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ പേടിയൊക്കെ. വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്തോ? എടുത്തു. ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ രാത്രി ക്യാമ്പില്, ഇന്നലെ ക്യാമ്പിലായിരുന്നു താമസിച്ചത്. അപ്പൊ ഈ പൂച്ചക്കുട്ടികളെയൊക്കെ കൊണ്ടുപോയിരുന്നു? അപ്പൊ ഇന്നലെ കൊണ്ടുപോയില്ല. അവര് സേഫായി ഇരിക്കാനായിട്ട് ഒരു പെട്ടിയിലാക്കി വെച്ചാണ്. സേഫായി പെട്ടിയുടെ അകത്ത് വെച്ചിട്ടാ പോയത്? ഫുഡൊക്കെ ഞങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചു. അപ്പോൾ ഈ പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയൂലാണ്. ഈ പൂച്ചക്കുട്ടിൻ്റെ ആ പെട്ടിയിലാക്കി വെച്ചേക്കുമായിരുന്നു. ചില സമയത്ത് ആ പൂച്ചക്കുഞ്ഞുങ്ങൾ ഒരു ഓട്ടയുണ്ട്, അതിൽ കൂടെ ഇറങ്ങി വരാറുണ്ട്. ഞങ്ങൾക്കറിയൂലായിരുന്നു പൂച്ചക്കുഞ്ഞ് അതിൽ കൂടെ വരില്ല. ഒരു സമയത്ത് പൂച്ചക്കുഞ്ഞ് അവിടെ പെട്ടിരിക്കുകയാണ്. ഞങ്ങളത് കണ്ടില്ല. ശ്വാസം മുട്ടുണ്ടായിരുന്നു. അത് മിയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിച്ചത് അത് എടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ചു. അപ്പോൾ ഈ പൂച്ചക്കുട്ടിയുമായിട്ട് പുതിയൊരു താമസ സ്ഥലത്തേക്ക്, അതായത് ഒരു പള്ളിയോട് ചേർന്നുള്ളൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. സ്വന്തം വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്തു പോകുന്ന കൂട്ടത്തിൽ അരുമയായ പൂച്ചക്കുട്ടികളുമായി പോകുന്ന ആ ഒരു കുട്ടി, അതായത് നമുക്ക് വല്ലാത്തൊരു സ്നേഹനിർഭരമായൊരു കാഴ്ചയാണ്. അതായത്
ഇന്നലെ ഈ പൂച്ചകളെ ഇവിടെ സേഫാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇനി അവരെ ഇവിടെ സേഫാക്കി വയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ജീവനം കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ തൻ്റെ അരുമയായ പൂച്ചക്കുട്ടികളുമായി പോകുന്ന ആ ഒരു കുഞ്ഞു കുട്ടിയെ നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. അത്തരത്തിൽ ഒരുപാട് വൈകാരികമായ കാഴ്ചകളാണ് ഈ പ്രദേശത്തെല്ലാം നമുക്കുള്ളത്. ഈ വീട്ടിലെല്ലാം നോക്കി ഇതറിയാം, തൊട്ടടുത്തടുത്തടുത്തടുത്ത് വീടുകളാണ്. 1ഉം 2ഉം സെൻറ്റിലുള്ള വീടുകളാണ്. തീർത്തും സാധാരണക്കാരാണ്. അവരുടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ജനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ ദുഃഖകരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്ന് തന്നെ പറയാം. ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പേരിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടത്തി ഈ നാട്ടിൽ വർഷങ്ങളായി ജീവിച്ചു പോകുന്നവരെ ഇവിടെ നിന്ന് അവർ പാലായനം ചെയ്തു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. കുറ്റകരമായ അനാസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന് ഉത്തരവാദികളായവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ തീർച്ചയായിട്ടും ശരിക്കും പിന്നിൽ ആ കൊച്ചുകുട്ടി അവൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം തോന്നുന്നുണ്ട്. ആ പൂച്ചക്കുഞ്ഞുങ്ങളോടും ആ സമയത്ത് അവൾ കരുതൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ വേദന തോന്നുന്നത് ആ ഒരു ദുരന്ത മുഖത്ത് ആ കുഞ്ഞുണ്ട്, അതിനെക്കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും അവയ്ക്കൊരു തണൽ ഒരുക്കിയിട്ടാണ് ആ വീട്ടിലുള്ളവർ പോയത്. പക്ഷേ ഇനിയും മണ്ണിടിയുമോ എന്നുള്ള പേടി ആ കുഞ്ഞിന് ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് അവയെ ഉൾപ്പെടെ കൊണ്ടുപോവുകയാണ്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശം വിട്ടു പോകേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ആ നാട്ടിലുള്ളവർ മാറിയിരിക്കുന്നു എന്നുള്ളത് വേദനയോടുകൂടി നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്.